താങ്ക് യു. ഇപ്പം ഇവിടെ ഇരിക്കുന്ന മിക്ക ആളുകളും ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ ഇതൊക്കെ അറിഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും അല്ലെ? നിങ്ങൾ ആരൊക്കെ ഞാൻ പറയുന്ന ഈ വാക്ക് കേട്ടിട്ടുണ്ട് നോക്കണം കേട്ടോ. ഒരു മിനിറ്റ്. സോറി. അപ്പൊ മാപ്പ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉള്ളവരുണ്ടോ? എന്താണ് സംഭവം, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം കേട്ടിട്ടുണ്ട് എന്നുള്ളതുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ ചാറ്റ് ബോക്സിൽ. ഉള്ളവര് മാത്രം റെസ്പോണ്ട് ചെയ്താൽ മതി. യെസ് എങ്കിൽ യെസ് പറഞ്ഞാൽ മതി. ഓക്കെ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? എന്താ ഒന്നും കൂടി. മാപ്പ് ഓഫ് കോൺഷ്യസ്നസ്, അതായത് ബോധതലത്തിന്റെ മാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ല, ഓക്കെ. അപ്പൊ കൂടുതൽ പേരും കേൾക്കാത്തവരാണ്. അപ്പം നമ്മള് ലോ ഓഫ് അട്രാക്ഷൻ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നവര് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട രണ്ട് സംഭവമുണ്ട്. ഒന്ന്, നമ്മുടെ 12 യൂണിവേഴ്സൽ ലോസ് ഉണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് 12 യൂണിവേഴ്സൽ ലോയിലെ ഒന്നാണ്. ഇപ്പൊ നമ്മളിവിടെ കൂടുതലായിട്ടും ആളുകളിലേക്ക് എത്തിയിട്ടുള്ള ഒരു ലോ ആണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ വേറെ 13 ലോസും കൂടി ഉണ്ട്, അതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന്റെ കൂടെ ഈ മാപ്പ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഈ കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ഡേവിഡ് ആർ ഹോക്കിൻസ് എന്നൊരു ഓഥർ ഉണ്ട്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദി മാപ്പ് ഓഫ് കോൺഷ്യസ്നസ് എക്സ്പ്ലെയിൻഡ് എന്നൊരു പുസ്തകം. അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റ് ആണ്, അതുപോലെ സ്പിരിച്വൽ ടീച്ചറാണ്, ഒരു ലെക്ചററാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ദ മാപ്പ് ഓഫ് കോൺഷ്യസ്നസ് എക്സ്പ്ലെയിൻഡ്. ഈ പുസ്തകത്തിൽ പറയുന്നത് ഒരു മനുഷ്യന്റെ ബോധതലം അതിന്റെ വ്യത്യസ്തമായ ലെവലുകളാണ്. നമ്മൾ എന്തിനാണ് ഇത് അറിഞ്ഞിരിക്കുന്നത് വെച്ചാല്, നമ്മൾ ഇവിടെ ജീവിക്കുന്ന സമയത്ത് നമ്മളിപ്പം ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻസ് പഠിക്കുന്നുണ്ട്, ഒരുപാട് പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? നമ്മുടെ എനർജി റേസ് ചെയ്യാൻ അല്ലെ? എന്തിനാണ് നമ്മൾ എന്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നത്? നമ്മൾ എന്തിനാണ് നന്ദി പറയുന്നത്? എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? രാവിലെ എണീറ്റിട്ട് ഒരുപാട് പ്രാക്ടീസുകളിൽ നമുക്ക്. നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് പറയോ? ജസ്റ്റ് ഒറ്റ വീട്ടിലൊന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നൊന്ന് പറഞ്ഞാൽ മതി. ചാറ്റ് ബോക്സിൽ പ്ലീസ് റെസ്പോണ്ട്. ഒരു ദിവസം നമ്മൾ തുടങ്ങുന്നത് വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡിലൂടെ. പീസ്ഫുൾ മൈൻഡ്. യെസ്. അങ്ങനെ നമ്മൾ ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലർക്ക് ഹെൽത്ത് ഓക്കെ ആക്കാനായിരിക്കും, ചിലർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മറികടക്കാനായിട്ടും ആയിരിക്കും, ചിലർക്ക് ബന്ധങ്ങൾ നന്നാക്കി എടുക്കാനായിട്ടായിരിക്കും, ചിലർക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടായിരിക്കും. വൈബ്രേഷൻ എന്ന് പറയുന്നുണ്ട്, പോസിറ്റീവ് വൈബ്. അതെ, നമ്മുടെ വൈബ് ഉയർത്തുക എന്നതാണ് നമ്മുടെ പ്രഥമമായ ലക്ഷ്യം. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വൈബ് ഉയരാണ് ചെയ്യുക. എന്ന് വെച്ചാല് എല്ലാ മനുഷ്യനും ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ഒരു വൈബുണ്ട്. എന്ന് വെച്ചാല് ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട്. ഇവിടെ നമ്മുടെ പ്രപഞ്ചത്തിൽ ഫ്രീക്വൻസി ഇല്ലാത്ത ഒന്നും തന്നെ ഇല്ല. ഈ മൊബൈലിനും നമുക്കും ജീവജാലങ്ങൾക്കും എല്ലാം, ഒരു ചെറിയ കല്ലിനും പുഴുവിനും പൂമ്പാറ്റയ്ക്കും ഒക്കെ വൈബ്രേഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ വൈബ് ഉയർത്താനായിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതും നന്ദി പറയുന്നതും അഫർമേഷൻ ചെയ്യുന്നതും ഒക്കെ നമ്മുടെ വൈബ് ഉയർത്താനാണ്. ഈ വൈബ് ഉയർത്തുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? നമ്മുടെ ബോധതലം ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബോധതലം ഉയർത്തിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ വൈബ് ഉയരുകയും, നമ്മൾ വൈബ് ഉയരുക എന്ന് പറഞ്ഞാല്
നമ്മുടെ ഫ്രീക്വൻസി ഒരു ഹയർ ഫ്രീക്വൻസിയിലേക്ക് ഷിഫ്റ്റ് ആവുകയും ചെയ്യും. ഈ ഹയർ ഫ്രീക്വൻസിയിലേക്ക് ഷിഫ്റ്റ് ആയാൽ മാത്രമാണ് മറ്റ് ഹയർ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുക. ഇപ്പൊ ഈ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഹയർ ഫ്രീക്വൻസിയിലുള്ളതായിരിക്കും. സന്തോഷം, സമാധാനം, സമ്പത്ത്, നല്ല ബന്ധങ്ങൾ, ഇതൊക്കെ ഹയർ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് നമുക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി ഉയർത്തിയെടുക്കുക. അത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. താഴ്ന്നൊരു ഫ്രീക്വൻസിയിൽ നിന്നിട്ട് ഒരിക്കലും നമുക്ക് ഹയർ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് പറയുന്ന ഒരു ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്തില് ഈ നെല്ല് കൊയ്ത്ത് കഴിഞ്ഞാല് അത് എടുത്തിട്ട് അടിയിൽ ഇങ്ങനെ ഒന്നായിട്ട് എല്ലാം കൂടി വാരി എടുത്തിട്ട് ഇങ്ങനെ ചേറെന്ന് പറയും, മുറത്തിലിട്ടിട്ട് ചേറിയിട്ട് ആ നല്ല നെല്ല് മാത്രം തിരിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതിൽ മണ്ണും പതിരും നെല്ലും എല്ലാം ഉണ്ടാവും. എന്നിട്ട് അത് എടുത്തിട്ട് ഇങ്ങനെ 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 ഇളക്കും. അപ്പൊ എന്ത് സംഭവിക്കുക വെച്ചാല് പതിരൊക്കെ മുകളിൽ വരും, അതെടുത്ത് മാറ്റും. അതിന്റെ അടിയിൽ നെല്ല്, അതിന്റെ അടിയിൽ കല്ലും മണ്ണും, അങ്ങനെ ഉണ്ടാവുക. ഒരേ ഫ്രീക്വൻസി, ഇപ്പൊ മനസ്സിലാക്കാൻ രീതി പറയാട്ടോ, ഒരേ ഫ്രീക്വൻസിയിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരേ ഫ്രീക്വൻസിയിലുള്ള സംഭവങ്ങൾ ഒരുമിച്ച് വരും. അതുപോലെയാണ് നമ്മുടെ കാര്യം. നമ്മൾ ഏത് ഫ്രീക്വൻസിയിലാണ് ഉള്ളത് അത്രയും അതേ ഫ്രീക്വൻസിയിലുള്ള മറ്റു കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ വൈബ് ഉയർത്താനാണ് നമ്മൾ പല മൈൻഡ് പ്രാക്ടീസുകളും ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ബോധതലം ഉയരുന്നതാണ് ഇതിന്റെ അടിസ്ഥാനമായ കാരണം. ഈ ബോധതലം ഉയരുന്നത് നമുക്ക് അറിയാനായി, നമ്മൾ എവിടെ എത്തി എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് എപ്പോഴും ആകാംക്ഷ ഉണ്ടാവും. പലപ്പോഴും നമ്മൾ ഈ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര ക്ലാരിറ്റി കുറവുണ്ടാവും. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ, ശരിക്കും ഞാൻ ഓക്കെ ആണോ, ഞാൻ ബെറ്റർ ആവുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് മനസ്സിൽ വലിയ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷമത്തിലാവും. അപ്പൊ നമുക്ക് എപ്പോഴും വരുന്ന ഒരു കൺഫ്യൂഷനാണ്, ഞാൻ ഇപ്പൊ ചെയ്യുന്നതൊക്കെ കറക്റ്റായ വഴിയിലൂടെയാണോ പോകുന്നത്? ആ ഒരു കാര്യം ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങളെ കുറിച്ചൊരു ബോധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു മാപ്പ് നിങ്ങളെ സഹായിക്കും. ഇത് വളരെ ഒരുപാട് കാര്യങ്ങൾ വെച്ച് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മാപ്പാണ് ഇത്. കൂടുതൽ ആളുകളും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ബുക്കും കൂടിയാണ് കേട്ടോ ഈ മാപ്പ് ഓഫ് കോൺഷ്യസ്നസ് എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം കംപ്ലീറ്റ് പറയുന്നത് ഈ ഒരു കാര്യം നന്നായിട്ട് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പറയുന്നത്. ഇവിടെ വളരെ ചുരുക്കിയിട്ടാണ് നമ്മളിപ്പോ മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവര് ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല ബേസ് ആയിരിക്കും ഇത്. നമ്മൾ അതിലെ വീഡിയോയിലേക്ക് മെയിൻ ആയിട്ട് ആ മാപ്പിലേക്ക് കടക്കുകയാണ്. നമ്മൾ എന്താണ് നിങ്ങളെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കാണുന്ന സമയത്ത് നമ്മളെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ശരിക്കും നിങ്ങളൊരു ഗ്രോത്തിന്റെ ഫേസിലാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്. ചിലർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അയ്യോ ഞാൻ ഇതാണോ അതാണോ എന്ന്. പക്ഷെ അതിന്റെ കാര്യം ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഞാന് പിക്ചർ ഷെയർ ചെയ്യാം. ഇപ്പൊ ഞാൻ വേറൊരു കോഴ്സിൽ നിന്ന് എടുത്ത പിക്ചറാണ്, എനിക്ക് മനസ്സിലാവാനായിട്ട് എടുത്തതാണ്. ഇത്ര ക്ലാരിറ്റി ഉള്ള പിക്ചർ എനിക്ക് വേറെ കിട്ടിയില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസിന്റെ ചാർട്ട് എന്ന് പറയുന്നത്. ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുമ്പോൾ പേടിയൊക്കെ തോന്നുമെങ്കിലും അത്ര ഒന്നും പേടിക്കേണ്ട കാര്യമല്ല. അത് വളരെ സിമ്പിൾ ആണ്, നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതില് 2 തരത്തില് ആളുകളെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന്, നിങ്ങൾ ആ വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോഴ്സ്, പവർ എന്ന് പറയുന്ന 2 വാക്കുകൾ കാണാം. ഈ ഫോഴ്സ്, പവർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് 2 തരത്തിലുള്ള ആളുകളെയാണ്. ഈ ഫോഴ്സ് എന്ന കാറ്റഗറി, അതായത് താഴത്തെ ആ ഒരു യെല്ലോ ടു ഓറഞ്ച്, ഒരു റെഡ് ടു യെല്ലോ, ആ ഒരു കളറിൽ കിടക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അവര് എക്സ്റ്റേണൽ കാര്യങ്ങൾ, അതായത് പുറത്തുള്ള ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു എന്താ പറയാ, പുറത്തുനിന്നൊരു ഫോഴ്സ് ആവശ്യമുണ്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട്. ആ ഒരു കാറ്റഗറി ആളുകളാണ് താഴത്തെ ലെവലിൽ കിടക്കുന്നത്. ഏറ്റവും എനർജി ലെവൽ കുറഞ്ഞ, ബോധതലം വളരെ കുറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അവര് സർവൈവൽ പാരഡൈം എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു ഇര മനോഭാവമുള്ളവർ. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ജനിച്ചു, പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്ത്, എന്റെ മാനസികാവസ്ഥയിൽ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്ത് ഒരു എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു എന്നൊരു സിറ്റുവേഷനിലുള്ള ആളുകളായിരിക്കും ഇവരുണ്ടാവുക. പല കാര്യങ്ങളും മറ്റുള്ള വ്യക്തികളെ അവർക്ക് സ്വാധീനിക്കാൻ പറ്റും,
മറ്റുള്ള സാഹചര്യങ്ങൾ അവരെ സ്വാധീനിക്കാൻ പറ്റും. അങ്ങനെ ഒരു കാറ്റഗറിയുള്ള ആളുകളാണ് ഈ സർവൈവൽ പാരഡൈം എന്ന് പറയുന്നത്. ഈ പാരഡൈം എന്ന വാക്കിന്റെ അർത്ഥം പക്ക ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് മൂഷ എന്നാണ്. മൂഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഈ വിഗ്രഹങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും വാർത്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് മൂഷ. എന്ന് വെച്ചാല് അതിലേക്ക് നമ്മൾ ഒരു കാര്യം ഉരുക്കി ഒഴിക്കുകയാണെന്ന് വെച്ചാൽ അതേ ഷേപ്പിലായിട്ട് വരും. ഇപ്പം അച്ച് എന്ന് പറയും. ഇപ്പൊ നമ്മൾ അച്ചപ്പത്തിന്റെ അച്ചില്ലേ, ശർക്കര ഉണ്ടാക്കുന്ന അച്ചപ്പത്തിന്റെ അച്ച്, ഇതിലേക്കൊക്കെ എന്താ സംഭവിക്കുക? നമ്മളൊരു കാര്യം മുക്കിയാൽ അതേ ഷേപ്പിലാണ് വരിക. ഈ പാരഡൈം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള മൂഷയാണ്, ജീവിതത്തെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാടാണ്. അപ്പൊ ആ മൂഷയിലേക്ക് എന്താണോ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അത് നമ്മുടെ ചിന്തയാണ്. ഈ യൂണിവേഴ്സ് നമുക്ക് എത്രയൊക്കെ തന്നു കഴിഞ്ഞാലും നമ്മുടെ കയ്യിലുള്ള ഒരു ചിരട്ടയാണെങ്കിൽ ആ ചിരട്ടയിൽ കൊള്ളുന്നതേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഈ പാരഡൈം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആ പാരഡൈമിൽ കൊള്ളുന്ന സംഭവമേ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ പവർ ആണ്. ആ പവർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹീറോസ് ആണ്. സൂപ്പർ ഹീറോസ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം പവർ കൊണ്ട്, മനസ്സിന്റെ പവർ കൊണ്ട് ഹയർ ലെവലിൽ ജീവിക്കുന്ന വ്യക്തികളാണ് അവര്. ഇതൊരു 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് കേട്ടോ. ഈ സർവൈവൽ പാരഡൈം എന്ന് പറഞ്ഞാൽ ഒരു മനോഭാവമുള്ള ആളുകളും, സ്പിരിച്വൽ പാരഡൈം എന്ന് പറഞ്ഞാൽ ഒരു ഹയർ ലെവലിൽ, അതായത് നമ്മളെ ഒരുപാട് സ്നേഹം, സന്തോഷം, ആനന്ദം, എൻലൈറ്റ്മെന്റ് ആ ഒരു അവസ്ഥയിൽ എത്തുന്ന ആളുകളാണ് ഈ സ്പിരിച്വൽ പാരഡൈമിൽ ഉണ്ടാവുക. ഇപ്പം മുഹമ്മദ് നബി, നമ്മുടെ മദർ തെരേസ, അങ്ങനെ സ്പിരിച്വൽ ലീഡേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ സ്പിരിച്വൽ പാരഡൈമിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. ഇപ്പൊ അതിന്റെ ഇടയിലുള്ള ഒരു ഗ്രോത്ത് ഫേസ് ആണ് ഈ റീസൺ ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. അതായത് ഈ സാധാരണ ലെവലിൽ നിന്ന് ഉയർന്നുകൊണ്ട് മറ്റു ലെവലിലേക്ക്, ഹയർ ലെവലിലേക്ക് സ്വന്തം പവർ കൊണ്ട് പോയിട്ടുള്ള ആളുകളുടെ ഒരു ലെവലാണ് റീസൺ ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ആ മിഡിൽ ലെയറിൽ കിടക്കുന്നത്. ഇനി ഓരോന്ന് പറയാം. ഇനി ഈ മാപ്പ് റീഡ് ചെയ്ത് തുടങ്ങേണ്ടത് താഴെ നിന്നാണ് കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഏറ്റവും കുറഞ്ഞൊരു ബോധതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചുള്ള വ്യത്യാസമാണ് ഉണ്ടാവുക. ഏറ്റവും താഴെ കിടക്കുന്നത് 0 to 1000 ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത് കേട്ടോ. ഈ 0 എന്ന് പറഞ്ഞാല് ഒന്നുമില്ല, ഡെത്ത്, ആ ഒരു ഫേസ് ആണ്. അത് നമുക്ക് ആവശ്യമില്ല. അപ്പൊ അതിന്റെ മുകളിലേക്ക് ആ ഒരു എനർജി ലോഗ് നോക്കുക. ആ എനർജി എത്ര വരുന്നു, ആ എനർജി ലോഗ് നോക്കിയിട്ട് നമ്മൾ 1000 വരെ റേഞ്ച് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. അതിനനുസരിച്ച് നമ്മുടെ എനർജി നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് മനസ്സിലാക്കി വെച്ചാൽ മതി. പലപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫീൽ ചെയ്യും. ഇപ്പം ഫിയർ, ഡിസയർ, അത് ഞാൻ അതാണോ ഇതാണോ എന്ന് ചെറിയ സംശയം തോന്നും. അത് കാര്യമാക്കണ്ട. ഈ താഴത്തെ ലെവലിൽ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ ഫീലിങ്സും മിക്സ് ചെയ്തിട്ടാണ് വരിക. കുറച്ച് നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാവും, കുറച്ച് പോസിറ്റീവ് ഫീലിങ്സ് ഉണ്ടാവും. അത് പ്രശ്നമാക്കണ്ട. താഴത്തത് ഷെയിം എന്ന് പറയുന്ന അവസ്ഥയാണ്. എന്താണ് ഷെയിം? ഷെയിം എന്ന് പറഞ്ഞാല് നാണക്കേട്. നാണക്കേട് എന്ന് പറഞ്ഞാല് എന്നെ ഒന്നിനും കൊള്ളില്ല, എന്തിനാണ് ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം എന്നൊരു വല്ലാത്തൊരു, ഒട്ടും സെൽഫ് ലവോ സെൽഫ് വാല്യൂ ഇല്ലാത്തൊരു അവസ്ഥയാണ് ഷെയിം എന്ന് പറയുന്നത്. ഏറ്റവും എനർജി കുറഞ്ഞിട്ടുള്ള, എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ ആർക്കും വേണ്ട, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ഈ ജീവിച്ചിരിക്കുന്നതിലേ അർത്ഥമില്ല എന്ന രീതിയിലുള്ള തോട്ട്സ് നിരന്തരം വരുന്ന ആളുകൾ ഈ ഷെയിം എന്നൊരു അവസ്ഥയിലാണ് ഉണ്ടാവുക. ഏറ്റവും എനർജി ലെവൽ കുറഞ്ഞ 20ലാണ് അതിന്റെ എനർജി വരുന്നത്. അതിലുള്ള ആളുകളും ചിലപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേറ്റ് ഒക്കെ കടന്നു വന്നിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവാം. അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ ഗിൽറ്റാണ്. ഗിൽറ്റ് എന്ന് പറഞ്ഞാല് കുറ്റബോധം. കുറ്റബോധം എന്ന് പറഞ്ഞാല് സ്വയം കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. അയാൾ കാരണം ഞാൻ ഇങ്ങനെയായി, എന്റെ ജീവിത സാഹചര്യങ്ങൾ കാരണം ഞാൻ ഇങ്ങനെയായി, ഈ ലോകമാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. എല്ലാത്തിനും കുറ്റമായിരിക്കും ഇവർക്ക്, എല്ലാത്തിനും പരാതി. എന്ത് ചെയ്താലും ഞാൻ ഇങ്ങനെ ആയിപ്പോയത് അയാൾ കാരണമാണ്. നമ്മൾ ഈ ഒരു ഫീലിങ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. ഈ കുറ്റബോധം, കുറ്റപ്പെടുത്തുന്ന സ്വഭാവം, നമ്മൾ ഇതിനെ വളരെ നിസ്സാരമായിട്ട് കാണും. പക്ഷെ ഇതിന്റെ സീരിയസ്നെസ് നോക്കൂ. ഇതിന്റെ ഏറ്റവും എനർജി ലെവൽ കുറഞ്ഞ, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ദേഷ്യമാണ് ഭയങ്കര നെഗറ്റീവ് എന്ന്. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ എനർജി കുറഞ്ഞിട്ടുള്ള സംഭവമാണ് കുറ്റപ്പെടുത്തുക എന്നുള്ളത്. ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഫോർഗീവ് ചെയ്യുന്ന സമയത്ത് ആളുകളോട് ക്ഷമിക്കാൻ നമ്മൾ പറയുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ആളുകളോട് ക്ഷമിക്കാൻ പറയുന്നത് അറിയാം? ഇത്രയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യേണ്ട വേറൊരു കാര്യമില്ല എന്ന് പറയും. കാരണം റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇത് കറക്റ്റ് ചെയ്യാതെ നമുക്ക് മുകളിൽ ലെവലിലേക്ക് പോകാനേ പറ്റില്ല. ഈ ഈ പ്രത്യേകിച്ച് ഈ മണി ബ്ലോക്ക് ഒക്കെ ഉള്ള ആളുകൾക്ക് റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കറക്റ്റ് ചെയ്യും ആദ്യം. എന്തിനാണ് അങ്ങനെ കറക്റ്റ് ചെയ്യുന്നത് അറിയാം?
പലപ്പോഴും ഇവർക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഇവരെ പറ്റിച്ച ഒരു പാർട്ട്ണർ ഉണ്ടാവും, അല്ലെങ്കിൽ സഹോദരങ്ങളായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ അയാളായിട്ട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഉള്ളിൽ കൊണ്ടു നടക്കും. ഇത് നിങ്ങളുടെ എനർജി വല്ലാണ്ട് താഴ്ത്തിക്കളയും. ഈ ഒരു കുറ്റബോധം എടുത്തു കളയാതെ നമുക്ക് ആ മുകളിൽ ലെവലിലേക്ക് പോകാൻ പറ്റില്ല. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ്. നമുക്കും ഈ ഒരു ലെവലിലേക്ക് പലപ്പോഴും ഇറങ്ങേണ്ടി വരും. കാരണം ജീവിതത്തിൽ പലപ്പോഴും ആളുകളായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിത സാഹചര്യങ്ങളുമായിട്ട് മൽപ്പിടുത്തമൊക്കെ നടത്തുമ്പോൾ നമ്മൾ ഈ ലെവലിലേക്ക് ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക. ഇതിന് നമ്മൾ ഓവർകം ചെയ്യേണ്ടത് ഏഹ് കൃത്യമായിട്ടുള്ള ഫോർഗീവ്നെസ്സിലൂടെ തന്നെയാണ്. ആ ഒരു സ്വഭാവം നമ്മൾ മാറ്റിയെടുത്തേ പറ്റൂ. അടുത്തൊരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പതി. അപ്പതി എന്ന് പറഞ്ഞാല് നിരാശ. നിരാശ എന്ന് പറഞ്ഞാല്, ഓ, ഇനിയിപ്പോ എന്തായാലും ഒന്നും ശരിയാവാൻ പോകുന്നില്ല, ഇത്രയും വയസ്സും പ്രായമായി, ഒന്നും എല്ലാം ഒരു നിരാശയോട് കൂടി ഇനിയിപ്പോ എന്തായാലും എനിക്കൊന്നുമില്ല, ഇങ്ങനെ ജീവിച്ചു മരിച്ച് അങ്ങോട്ട് പോകണം, പ്രത്യേകിച്ച് ആഗ്രഹങ്ങളും ഇല്ല, അങ്ങനെ പോയാൽ പോയി, അങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പതി എന്നുള്ള സ്റ്റേറ്റ്. ഇനി ഗ്രീഫ് എന്ന് പറഞ്ഞാല് സങ്കടം. സങ്കടം എന്ന് പറഞ്ഞാല് എല്ലാത്തിലും വിഷമം കാണാം, ഇതൊന്നും ശരിയായി വരില്ല, എല്ലാത്തിലും ലോകത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ്, എവിടെ നോക്കിയാലും വിഷമം, ആളുകൾക്ക് ഒരു സന്തോഷവും ഇല്ല. പണ്ടത്തെ കാലമൊക്കെ ആയിരുന്നു കാലം, ഇപ്പത്തെ കാലത്ത് ഇപ്പൊ എന്താ, എല്ലാവർക്കും ഒരു വിഷമം, ലോകത്ത് എവിടെയും സന്തോഷമില്ല, ലോകം വളരെ മോശം അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ എല്ലാ മനുഷ്യന്മാരും ഒരു സുഖമില്ലാതെ ജീവിക്കുന്നത്, ജീവിതത്തിൽ ഒന്നും ഒരു സന്തോഷവും ഇല്ലാത്തൊരവസ്ഥ, ഭയങ്കര നിരാശയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം. അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫിയർ. ഫിയർ എന്ന് പറഞ്ഞാൽ പേടി. ഈ ഒരു ഇത്രയും നേരം പറഞ്ഞതുണ്ടല്ലോ, സിവിയർ ഫോം ആണ് കേട്ടോ. നിങ്ങൾ താഴത്തെ ലെവലിൽ പിടിച്ചിട്ട് കളയും. ഈ ഒരു സ്റ്റേറ്റിൽ ഈ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക്, നമ്മളെ ഫീലിങ്സ് എത്രത്തോളം, ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഡോമിനന്റ് ആയി വരുന്നത് നോക്കിയിട്ടാണ് നിങ്ങളത് നോക്കേണ്ടത് കേട്ടോ. ഇതിപ്പോ ഒരു മനുഷ്യനാണ്, ചിലപ്പോൾ നമുക്ക് ഒരു ചെറിയ കുറ്റബോധം തോന്നി, അല്ലെങ്കിൽ ചെറിയൊരു സങ്കടം വന്നു, അപ്പൊ നിങ്ങൾ അയ്യോ ഇതെല്ലാം പോയി, അങ്ങനെ വിചാരിക്കരുത്. ഇതൊക്കെ വരും, പക്ഷെ നമുക്ക് ഡോമിനന്റ് ആയിട്ട് എപ്പോഴും ഒരേ സ്റ്റേറ്റിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് ഉയർത്തപ്പെടുക. ഇത് പരമാവധി നമുക്ക്, ഇപ്പൊ നിങ്ങൾ ഹയർ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഷെയിമോ, മരിക്കണം എന്ന ചിന്തയോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ചിന്തയോ ഒരു തരി പോലും ഇല്ലാതെ നിങ്ങളൊന്ന് ഉള്ളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുകയാണ് നിങ്ങൾ വേണ്ടത്. ഇപ്പൊ താഴത്തെ ലെവലിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ പലപ്പോഴും ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കുക, ഇങ്ങനെയൊരു അവസ്ഥയുണ്ട്, ഇതെല്ലാവർക്കും ഉള്ളതാണ്, എനിക്കിത് ഓവർകം ചെയ്ത് മുകളിലേക്ക് പോകാൻ പറ്റും എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട പ്രാക്ടീസുകൾ നമ്മൾ ചെയ്തു കൊടുക്കുക. ഓക്കെ. അപ്പൊ ഫിയർ. ഫിയർ എന്ന് പറഞ്ഞാൽ പേടിയാണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പേടി. നമ്മൾ പലപ്പോഴും ഈ ഫേസ് ഇതിൽ നിന്നിട്ടുണ്ടാവും, ഒരു ഫിയർ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പേടി. ലോകത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ്, ഭയങ്കര ചതിയന്മാരാണ്, എവിടെ പോയാലും ആളുകളെ സൂക്ഷിക്കണം, കാരണം ആളുകൾ ചതിക്കും. പണ്ടത്തെ കാലമല്ല, എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്, യുദ്ധം, അത് ഇത്. ഈ ദൈവം എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കും. ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് ദൈവം എന്നെ ശിക്ഷിക്കും. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാല് ആളുകൾ എന്നെ ഒറ്റപ്പെടുത്തും. ഇങ്ങനെ പേടിയോട് കൂടി പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതാവുക. അസുഖം വരുമോന്ന് പേടി. ഈ അസുഖം വരുമോ എന്നുള്ള പേടി, ഇന്ന അസുഖം വരുമോ, അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യം, ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഇത് ശരിയാവൂല, ഇതൊക്കെ ഈ ഫിയറിൽ വരുന്നതാട്ടോ. ഈ ഫിയർ പല രീതിയിൽ, ഇതിന്റെ പല റേഞ്ചുകളുണ്ട്. അതിൽ ഏറ്റവും സിവിയർ ആയിട്ടുള്ള ആൻസൈറ്റി, എപ്പോഴും പേടിയുള്ള അവസ്ഥ, എനിക്കൊരു അസുഖം വരുമോ, എന്റെ ഭാര്യയ്ക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കും, എന്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കുമോ, ഒരാള് വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അയ്യോ ആക്സിഡന്റ് ആയി കാണുമോ, അവൻ എവിടെ പോയി, അല്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യും, മക്കള് പുറത്തു പോയാൽ ആരെയും പിടിച്ചുകൊണ്ട് പോകും, അങ്ങനത്തെ നിരന്തരം പേടി ഇങ്ങനെ ഫേസ് ചെയ്യുന്ന ആളുകൾ ഈ ഒരു എനർജി ലെവലായിരിക്കും. അവർക്കും ഒരു ഹയർ ലെവലിലേക്ക് പോകണമെങ്കിൽ ഈ ഫിയറിന് ഓവർകം ചെയ്ത് മുകളിലേക്ക് പോകാനായിട്ട് നമ്മളെ മൈൻഡ് പ്രാക്ടീസ്, ഇതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ ചെയ്യുന്ന പ്രാക്ടീസുകൾ ഡെയിലി കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മുടെ ബോധതലം ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി ഡിസയർ. ഡിസയർ എന്ന് പറഞ്ഞാല് ഒരു ദുരാഗ്രഹം എന്നൊക്കെ പറയില്ല നമ്മള്. ഈ ഒരു ഫേസ് കഴിഞ്ഞാൽ എനിക്ക് അത് വേണം, ഒരു ബെറ്ററായി വരുന്നു കണ്ടോ, ആ റെഡ് നിന്ന് ഒരു ഓറഞ്ച്, ആ യെല്ലോയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ദുരാഗ്രഹം ഒക്കെ അതിൽ വരും. എനിക്ക് അത് വേണം, ഇത് വേണം, ഒരുപാട് ആഗ്രഹങ്ങൾ വരുന്ന ഒരു ഫേസ് ആണ്. ആ ഫിയർ നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക്, ക്യാമറ ഞാൻ ഓഫ് ചെയ്തതല്ല, ഇത് എനിക്ക് തോന്നുന്നു സ്ക്രീൻ ഷെയർ ചെയ്തപ്പം അത് ഓഫായി പോയതാണോ എന്ന് സംശയം. ഞാൻ ഓഫ് ചെയ്തിട്ടില്ല അത്. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടെന്ന് നോക്കട്ടെ.
ആ കറക്റ്റായി കറക്റ്റായി. അപ്പം അടുത്ത ലെവല് ഡിസയർ, ആഗ്രഹം, ദുരാഗ്രഹം. ഇപ്പൊ ഈ ഒരു സ്റ്റേറ്റിലായിരിക്കും നമ്മൾ പലപ്പോഴും മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ കേൾക്കുക. അതുപോലെ ഈ പല ഷോർട്ട് കട്ടുകളും തിരയുന്ന ഒരു ഫേസ് ആണിത്. ഇപ്പൊ നമ്മളൊരു കാര്യം, എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട്, അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആദ്യം എന്തെങ്കിലും ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാന്നുള്ള ഉപയോഗം എങ്ങനെ എനിക്ക് ഷോർട്ട് കട്ടിൽ പൈസ ഉണ്ടാക്കാം? അപ്പൊ നമ്മൾ യൂട്യൂബിൽ കയറി അല്ലെങ്കിൽ ആൾക്കാരോട് ചോദിച്ചിട്ട് പല പ്രാക്ടീസുകളും ചെയ്യും. 3 കപ്പ് മെത്തേഡ്, പില്ലോ മെത്തേഡ്, എല്ലാ സംഭവം നമ്മൾ ചെയ്ത് നോക്കുന്ന ഒരു ഫേസ് ആണ്. പല കാര്യങ്ങളും നമ്മൾ ട്രൈ ചെയ്തിട്ട് നോക്കുന്ന ഫേസ് ആണ്. ഈ ഡിസൈർ എന്നുള്ള ഫേസിലാണ് പലപ്പോഴും ആളുകൾ ഒരു എക്സ്ട്രാ മറൈറ്റൽ റിലേഷൻഷിപ്പിലൊക്കെ പോയി പെടുന്നത്. കാരണം നമുക്ക് ഇവിടെ നിന്ന് കിട്ടാത്ത എന്തോ സംഭവം ഒരു ഷോർട്ട് കട്ടിൽ നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിൽ നന്മയോ തിന്മയോ ചിന്തിക്കാതെ അതിൽ ചാടി പിടിക്കുന്ന സ്വഭാവം. ഇപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആഗ്രഹിക്കുക. ഇപ്പൊ എന്റേതല്ലെങ്കിൽ കൂടി എനിക്ക് ആവശ്യമുണ്ടാവും, ഞാനത് എടുക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു മനോഭാവം ഈ ഡിസയർ ഫേസിലാണ് ഉണ്ടാവുക. അപ്പം ഈ ഫേസ് എന്ന് പറഞ്ഞാല് നല്ലതും ചീത്തതും കൂടി മിക്സ് ചെയ്തൊരു ഫേസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ഫേസ് ആയിരിക്കും. ചിലതൊക്കെ നിങ്ങൾ ചെയ്യും, ചിലതൊക്കെ നിങ്ങൾ ഷോർട്ട് കട്ടിൽ കൈ കൈക്കലാക്കാനായിട്ട് ശ്രമിക്കാനുള്ള ടെൻഡൻസി നമുക്ക് ഈ ഒരു ഫേസിൽ ഉണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കുക. ക്രേവിങ്സ് ആണ്, എല്ലാത്തിനോടും ഒരു ആർത്തിയായിരിക്കും നമ്മൾ ചെയ്യുന്ന സമയത്ത്. പണം വേണം, അല്ലെങ്കിൽ നല്ല ബന്ധങ്ങൾ വേണം, നല്ല കാര്യങ്ങൾ കിട്ടിയാൽ അത് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അതൊക്കെ നമുക്ക് ഈ സമയത്ത് ഉണ്ടാവും. അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ ആങ്കർ, ദേഷ്യം. ദേഷ്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് ഡിസയർ ഉണ്ടാവുന്ന ഒരു ദേഷ്യമാണെന്ന് പറയാം. കാരണം നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. അതിൽ നിന്നുണ്ടാവുന്ന ഒരു ദേഷ്യം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ എനർജി താരതമ്യേന താഴത്തെ ലെവലിൽ അപേക്ഷിച്ച് ബെറ്റർ ആണ്, എങ്കിൽ കൂടി അത് എനർജി താഴ്ന്നു തന്നെയാണെന്ന് പറയാം. ഇനി അടുത്തത് പറഞ്ഞാൽ പ്രൈഡ് ആണ്. അതൊരു ടേണിംഗ് പോയിന്റ് ആണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന പല ആളുകളും ഈ ഒരു അവസ്ഥയിലായിരിക്കും ഇപ്പൊ ഉണ്ടാവുക. കാരണം താഴത്തതും ഉണ്ടാവും, ഒരു ബിഗിനിങ് സ്റ്റേറ്റിലൊക്കെ ഉള്ളവർ താഴത്തെ പല അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. പ്രൈഡ് എന്ന് പറഞ്ഞാൽ അഭിമാനം, ദുരഭിമാനം, ഈ ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ്. എന്ന് വെച്ചാല് കുറെ നിങ്ങൾ ബെറ്റർ ആവും, ഒരു യെല്ലോ സോണിലേക്ക് വന്നു കഴിഞ്ഞു ആ ഒരു മോശം അവസ്ഥയിൽ നിന്ന് ബെറ്റർ ആയി, നിങ്ങൾ ഒരുപാട് ബെറ്റർ ആവും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ അവസ്ഥയിലേക്ക് കുറച്ച് എനർജി നമ്മൾ വൈബ് ഉയരുന്നത് കൊണ്ട് തന്നെ, കുറച്ച് ഒന്ന് ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ച് കിട്ടിയിട്ടുണ്ടാവും, നമ്മൾ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ടാവും, നമ്മളെ ക്യാരക്ടറുമായിട്ടുണ്ടാവും, നമ്മളെ സമാധാനം കൂടി, നമുക്ക് നല്ല സമാധാനം ഉണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും എല്ലാം ഓക്കെ ആയി, എല്ലാം ശരിയായി, ഞാനിപ്പം ഒരുപാട് മെച്ചപ്പെട്ടു, ഞാൻ എന്റെ മാനിഫെസ്റ്റേഷൻ, ഞാൻ വിചാരിച്ച കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്, ഒക്കെ നിങ്ങൾ കുറെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പക്ഷെ ഈ ഒരു പ്രശ്നം എന്താ വെച്ചാല്, ഇത് നിങ്ങൾ ചിലപ്പോ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ദുരഭിമാനത്തിലേക്ക് നയിച്ചേക്കും. പെട്ടെന്ന് ദേഷ്യം വരും. ഇപ്പൊ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, നിങ്ങൾക്ക് പെട്ടെന്ന് സങ്കടം വരിക. ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം സെറ്റായി, ഞാനിപ്പോ എല്ലാം ഹാബിറ്റ് ഒക്കെ ക്ലിയർ ആയി, ഞാൻ എല്ലാം എഴുതുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്, ഇനിയിപ്പം പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കാല്ല. നമ്മൾ അങ്ങനെ പോയി കഴിയുമ്പോൾ ഒരാൾ പറയും, നീ എന്താ ഇപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് കാര്യം, എന്തിനാ നീ മെഡിറ്റേഷൻ ചെയ്യുന്നത്, ഒരു വ്യത്യാസമില്ല നിന്റെ കാര്യത്തിൽ, പഴയ ആ സ്വഭാവം തന്നെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ പോവും, നമ്മളെ ഫുൾ കോൺഫിഡൻസ് പോവും, എല്ലാം നമ്മൾ പിന്നെയും താഴേക്ക്, ദേഷ്യം, സങ്കടം, ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പൊ ഈ ഒരു അവസ്ഥയിലുള്ളത് പറയാം, നമ്മളിപ്പോ ബി മാജിക് പോലുള്ള കമ്മ്യൂണിറ്റിയിൽ നിൽക്കുമ്പോൾ നമുക്ക് നിരന്തരം ഗൈഡൻസ് കിട്ടുന്ന സമയത്ത് നമ്മൾ താഴത്തെ ലെവലിലേക്ക് മുകളിൽ നിന്ന് ഉയർന്നുയർന്നു വരും. താഴത്തെ ലെവലിൽ ഈ പ്രൈഡ് ലെവലിലൊക്കെ എത്തിയിട്ട് ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. ഈ ഒരു സ്റ്റേറ്റിൽ എത്തുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും, നമുക്ക് നന്നായിട്ട് പോകാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും, ഇവിടുന്ന് പോവും, നമ്മളെ ഹാബിറ്റ് വിടും, നമ്മുടെ സംഭവങ്ങളൊക്കെ വിടും. അപ്പൊ നമുക്ക് പുറത്തുള്ള സംഭവങ്ങൾ ഇങ്ങനെ എഫക്ട് ചെയ്യാൻ തുടങ്ങും. ആളുകൾ പറയുന്നത് നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും, ദേഷ്യം വരും. ചിലപ്പോൾ ചില കാര്യങ്ങൾ, പുറത്തുള്ള സാഹചര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ നമ്മൾ പിന്നെ താഴേക്ക് പോകും. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ കോൺഫിഡൻസും ഉണ്ടാവും, അതേസമയം പുറത്തുള്ള സംഭവങ്ങൾ പെട്ടെന്ന് അഫക്ട് ചെയ്യുന്ന ഒരു ഇതും കൂടി ഉണ്ടാവും. അപ്പൊ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ആ പ്രൈഡ് നമുക്ക് ദോഷം ചെയ്യുന്നില്ലല്ലോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അഹങ്കാരം എക്സ്പ്രസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റും കൂടിയാണ് ഈ ഒരു അവസ്ഥ. കാരണം അടുത്ത ലെവലിലേക്ക് പോവും വേണം, എന്നാൽ താഴത്തെ ലെവലിൽ നിന്ന് വിട്ടും ചെയ്തു എന്നൊരവസ്ഥ. ഈ ഒരു അവസ്ഥയിലുള്ളവരായിരിക്കും കുറെയൊക്കെ ഇതിൽ ഉണ്ടാവാന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇനി നമ്മൾ പവർ എന്നുള്ള സോണിലേക്ക് കടക്കുകയാണ്. ഒരു സോണിൽ നിന്ന് മറ്റേ സോണിലേക്ക് കടക്കാനായിട്ട് വലിയൊരു ഷിഫ്റ്റിംഗ് ആവശ്യമാണ്. നമ്മളിപ്പോ നിൽക്കുന്ന സ്റ്റേറ്റില് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓസിലേഷൻസ് ആയിരിക്കും. അത് ചിലപ്പോൾ നമ്മൾ ഡൗൺ ആവും, ചിലപ്പോൾ നമ്മളൊന്ന് ഉയർന്നു വരും. ആരെങ്കിലും നമ്മളൊന്ന് എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കും. ചിലപ്പോൾ അയാൾ നമ്മൾ വഴക്ക് പറഞ്ഞാലോ നമ്മൾ മാറ്റി മോശം പറഞ്ഞാലോ
ഒക്കെ നമ്മളൊന്ന് ഡൗൺ ആവും. അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അടുത്തൊരു സോൺ എന്ന് പറഞ്ഞാല് അവരെ മനസ്സിനെ സ്വാധീനിക്കാൻ മറ്റുള്ള വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും. അതെന്തൊക്കെയാണ് അതിലുണ്ടാവുക? കറേജ്, ധൈര്യം. എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും. എല്ലാം എനിക്ക് സാധിക്കും എന്നൊരു കോൺഫിഡൻസ് നമ്മളെ കൂടെ ഉണ്ടാവും. നമുക്ക് പേടിയോ അല്ലെങ്കിൽ ആളുകൾ നമ്മളെ കുറിച്ച് മോശം പറഞ്ഞാൽ നമുക്ക് നിന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റും എന്നൊരു തോട്ട് നമ്മളെ മനസ്സിലുണ്ടാവും. പല നെഗറ്റീവ് സാഹചര്യം വന്നാലും അതൊക്കെ എന്ത്, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു കറേജ് നമ്മളെ ഉള്ളിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ന്യൂട്രാലിറ്റി. ഓരോ ലെവൽ കഴിയുന്നതോടെ നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മുടെ ബോധതലം ഉയർന്നു വരുന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. കാരണം നെഗറ്റീവ് സംഭവിച്ചോ പോസിറ്റീവ് സംഭവിച്ചോ നമ്മൾ കാര്യം ചെയ്തു, റിസൾട്ട് കിട്ടിയില്ല, ഇറ്റ്സ് ഓക്കെ, ഇത് ശരിയാവും. വിശ്വാസം നമ്മളെ മനസ്സിൽ അടിയുറച്ച വിശ്വാസമായിരിക്കും. അത് ദൈവത്തിലായാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലായാലും നമ്മളുടെ ലൈഫിലായാലും നമുക്ക് നല്ല വിശ്വാസമായിരിക്കും. ഇനി വില്ലിങ്നെസ് എന്ന് പറഞ്ഞാല് എപ്പോഴും പ്രതീക്ഷയോടുകൂടി എന്തും ചെയ്യാൻ നമുക്ക് ഒരു ലൈഫിനോട് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരിക്കും. എന്തും ചെയ്യാൻ എനിക്ക് പറ്റും, ആ ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ കാണിക്കും. നമ്മളൊരു സ്പിരിച്വൽ ലെവലിൽ സ്പിരിച്വലി നമ്മൾ ഒരുപാട് ഉയരാനായിട്ട് തുടങ്ങും. അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാല് എല്ലാം നല്ലതും ചീത്തതും ഒരുപോലെ സ്വീകരിക്കാൻ പറ്റും. നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നവരോടും നിങ്ങൾക്ക് നല്ലത് ചെയ്യുന്നവരെയും ഒരേ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയാലും മോശം റിസൾട്ട് കിട്ടിയാലും ഒരേ മൈൻഡോട് കൂടി അതിനെ കാണാൻ പറ്റുക. ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഉയരും. ഇനി അങ്ങോട്ടുള്ളതൊക്കെ ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് നിങ്ങൾ ഹൈ ലെവലിലേക്ക് പോകുന്ന ഇതാണ്. ഇനിയൊരു അടുത്ത ലെവലിലാണ് വരുന്നത് അൺകണ്ടീഷണൽ ലവ്, നിരുപാധികമായ സ്നേഹം. ഈ ഒരു ലെവലിലൊക്കെ ഉള്ള ആളുകളെ നമ്മൾ കുറച്ചൊരു സ്പിരിച്വൽ ലീഡേഴ്സിന്റെ ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മദർ തെരേസ എടുത്തു നോക്കുക. അവരുടെ മനസ്സിൽ മദർ തെരേസ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹമാണ് വരിക, സ്നേഹം. ഇവരൊക്കെ ഈ ഒരു സ്പിരിച്വൽ പാരഡൈമിൽ ജീവിക്കുന്ന ആളുകളായിരുന്നു. കാരണം അവരുടെ മനസ്സിൽ ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല. അവരൊക്കെ എത്രയോ ആളുകൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് മനസ്സിൽ സ്നേഹം മാത്രമായിരിക്കും ഉണ്ടാവുക. യേശുക്രിസ്തു ലവിന്റെ പര്യായമാണ് യേശുക്രിസ്തു നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹത്തെ ഉപദ്രവിച്ച ആളുകൾ വരെ അദ്ദേഹം നല്ലത് വരുത്തണേ, അവരോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ച മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് ആ ഒരു സ്പിരിച്വൽ പാരഡൈമിലുള്ള ആളുകൾ അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ്, ലവ്, ജോയ്, അതായത് ആനന്ദം, ആ എൻലൈറ്റ്മെന്റ്, ആ ഒരു ഫുൾ അവര് ആ എനർജി, അവരുടെ ബോധതലം എന്ന് പറഞ്ഞാല് നമ്മുടെ യൂണിവേഴ്സിന്റെ സ്നേഹത്തിനോട് അതേ അലൈൻമെന്റിൽ നിൽക്കുന്ന ഇതായിരിക്കും. അവർക്ക് താഴത്ത് ഈ ഷെയിം, ഗിൽറ്റ്, അപ്പതി ഇതിനെ കുറിച്ചൊന്നും അവർ മനസ്സിൽ ഒരു ചെറിയൊരു തുള്ളി പോലും ഉണ്ടാവില്ല. നമ്മൾ ആ ലെവലിലേക്ക് ഉയരേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ഒരു ലെവലിലുള്ള ആളുകളൊന്നും നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് ഈ ഒരു പ്രൈഡ് 200 റേഞ്ചാണ് ഒരു കട്ട് പോയിന്റ് ആയിട്ട് പറയുന്നത്. കാരണം സാധാരണ മനുഷ്യന്റെ ലെവലിൽ നിന്ന് ഒരു സൂപ്പർ ഹീറോ, ഒരു ഹീറോ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു 200 നമ്മൾ അച്ചീവ് ചെയ്യണമെന്നാണ്. ആ ലെവൽ അച്ചീവ് ചെയ്തിട്ട് പിന്നെ നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് എളുപ്പം. ഈ ഒരു വരണ്ടല്ലോ, ആ പ്രൈഡും കറേജും തമ്മിലുള്ള ആ 175 200 തമ്മിൽ ആ ഒരു സംഭവം നമ്മൾ ക്രോസ് ചെയ്ത് കിട്ടാൻ നല്ല പാടാണ്. അതിന് ഒരുപാട് കാര്യം നമ്മൾ ശ്രമിച്ച് കുറെ കാലം കഴിഞ്ഞാൽ നമുക്ക് പറ്റും. നമുക്ക് പറ്റാതായിട്ടൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ചാർട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും നിങ്ങളൊരു കാര്യത്തിൽ. നിങ്ങളിപ്പോ എവിടെയാണ് നിൽക്കുന്നതെന്നും നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്നും നിങ്ങൾക്ക് എങ്ങോട്ട് എത്തണം എന്നൊക്കെ നിങ്ങൾക്കൊരു ചെറിയൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും. അപ്പൊ അത്രയേ ഉള്ളൂ ഈ മാപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മളിത് ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ട് എന്താണെന്ന് ചോദിച്ചാല് ഇതിന് തന്നെയാണ്. കാരണം നമ്മൾ എത്രത്തോളം ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നോ അത്രത്തോളം നമുക്ക് സമാധാനം ഉണ്ടാവും. കാരണം നമുക്കൊന്നും അറിയാത്തൊരു കാര്യത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകുന്നതല്ല. നമ്മൾ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നു, നമ്മളെന്നും ഇത് പറയുന്നു, ഫോഗീവ് ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ലക്ഷ്യം വേണം. നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ലക്ഷ്യം വേണം. അതിനായിട്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മളെ സഹായിക്കും. ഇപ്പൊ നമ്മൾ മാജിക്കിൽ കിട്ടുന്ന ക്ലാസ്സുകൾ മാത്രം പഠിച്ചാൽ പോരാ. ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് കുറെ കാര്യങ്ങൾ പഠിക്കണം. നമ്മൾ ആ കാര്യങ്ങൾ പഠിക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് വായിക്കുന്നതും മനസ്സിലാക്കുന്നതും. അതിനാണ് നമ്മളോട് പുസ്തകങ്ങൾ വായിക്കണം എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ റീഡിങ് ഹാബിറ്റ് പറയാറില്ല. പക്ഷെ റീഡിങ് ഹാബിറ്റ് നമ്മളൊരു ഡമ്മി പോലെ തീർത്താൽ പോരെ. നമ്മൾ ഒരുപാട് സെൽഫ് ഹെൽപ്പിംഗ് ബുക്സ് വായിക്കണം. നമ്മുടെ
നമ്മുടെ നോളജ് നമ്മൾ എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ നമുക്ക് നല്ല ക്ലാരിറ്റി വരും നമ്മളെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒരു ചെറിയ ടോപ്പിക്കാണ് കവർ ചെയ്തത്. ഇനി 12 യൂണിവേഴ്സൽ ലോസിനെ കുറിച്ച് അറിയാത്തവര് ഉറപ്പായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. യൂണിവേഴ്സൽ ലോസിനെ കുറിച്ച് പഠിക്കണം. അതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലോ ഓഫ് അട്രാക്ഷൻ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടല്ലോ. നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് മറ്റു ലോസിൽ. അപ്പൊ അതും കൂടി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാനും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒരുപാട് സമയമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഒന്ന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു ആതിര മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ തന്നെയായിരുന്നു അത്. റസാഖ് സാറ് സെഷൻ കാണുന്നതിന് മുമ്പ് തന്നെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറ് എന്താ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിരിക്കും. സാർ ചോദിച്ചോളൂ. താങ്ക് യു. നല്ലൊരു സെക്ഷനായിരുന്നു ആതിര മാം. അത് എങ്ങനെ ക്ലാസ് ചെയ്യണം എന്നതിന്റെ രീതിക്കനുസരിച്ച് ചെയ്തു. ആരും ഇതില് ആ ഒരു നമ്മളെ മാപ്പ് ഉണ്ടല്ലോ, ആ മാപ്പില് സ്പിരിച്വൽ ലെവലിലേക്കാണ് കടക്കണതിന് മുമ്പ് ഒരു ഡോറ് വെച്ചിട്ടുണ്ട്. ലവിന്റെ അല്ലെ, നല്ല നേക്കായിട്ട് വെച്ചിട്ടുണ്ട്. 7 ചക്രാസിലൊക്കെ വെച്ച മാരിക്കേര് ഒരു ഡോറാണ്. ആ സ്പിരിച്വൽ ലെവലിലേക്കാണ് കടക്കുന്നതിന് മുമ്പ് ലവ് അത് കടന്നിട്ട് വേണം മുകളിലേക്ക് പോകാൻ. എന്ന് പറഞ്ഞാല് മദർ തെരേസയും അതല്ലെങ്കിൽ യേശു ക്രിസ്തു ആണെങ്കിലും മുഹമ്മദ് നബി ആണെങ്കിലും ഒക്കെ ഈ ഡോറ് കടന്നിട്ടാണ് അങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇപ്പൊ ആ ഡോറ് എന്ന് കടക്കാനാകും എന്നുള്ള സംശയം തന്നെയാണ്. എന്നാലും നമുക്ക് നോക്കാം, ശ്രമിച്ചു നോക്കാം. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു റസാഖ് സർ. ഷാമിനി മാം. മാജിക് മോർണിംഗ് ആതിര മാം. മാജിക് മോർണിംഗ്. നല്ലൊരു സെഷനായിരുന്നു. നമ്മളുടെ മെന്റലി നമ്മൾ അങ്ങനെ ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ എവിടെ എത്തി നിൽക്കുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ് ഷെയർ ചെയ്ത്. മാം ശരിക്കും പറഞ്ഞു തരാൻ വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ എന്താ പറയാ, ഒരു ജെന്യൂൻ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു ജനറൽ ടോപ്പിക് എന്ന് വിട്ട് നമ്മൾ ശരിക്കും നമുക്കെല്ലാം ആയി എന്നൊരു തോന്നല് വരും. അപ്പൊ നമ്മളൊന്ന് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാൻ ശരിക്കും ഇത് യൂസ്ഫുൾ ആണ്. ഇത് എപ്പോഴും നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ട ഒന്നാണ്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളിതൊക്കെ ഒന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ഘട്ടമാണ്. നമ്മള് ഇടയ്ക്ക് ഒരു നെഗറ്റീവ് ഫീലിംഗിൽ വരികയാണെങ്കിൽ നമ്മൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു ലെവലിലേക്ക് നമ്മളിപ്പോ ഒരു വളരെ റിലാക്സ് ആണ്, ഒരു ദേഷ്യം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ചൊടിയില്ല, പിന്നെ ശരിക്കും പറഞ്ഞ ബോധമില്ല എന്നുള്ള അവസ്ഥയൊന്നും അല്ല, നമ്മൾ ഈ മുകളിലേക്ക് കയറിയിരിക്കണം എന്നൊക്കെ തിരിച്ചറിയാൻ ഈ മാപ്പ് തീർച്ചയായിട്ടും. കാരണം താഴേക്കാണെങ്കിലും മുകളിലേക്കാണെങ്കിലും നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന യാത്ര എങ്ങോട്ടാണ് എന്ന് തിരിച്ചറിയാൻ തീർച്ചയായിട്ടും ഈ മാപ്പ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അത് തന്നെയാണ് നമ്മളെ ഈ മാപ്പിന്റെ ഉദ്ദേശം. നമ്മള് സ്വയം ഒരു അസസ്മെന്റിനാണ് നമ്മൾ ഈ മാപ്പ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ താഴത്തെ ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മളെ വൈബ്രേഷൻ ഫ്രീക്വൻസി താഴുന്നുണ്ട്, ഞാൻ മുകളിലേക്ക് പോകണം എന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കും. ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ ചിന്തിക്കാൻ പാടില്ല എന്നൊരു തോട്ട് നമ്മളെ മനസ്സിൽ വരും സ്വാഭാവികമായിട്ടും. അതെ അതെ. താങ്ക് യു മാം. വളരെ ഡിഫറെന്റ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷാമിനി മാം. അജീഷ് സർ. ഹലോ. ഹായ്. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് മാഡം. വളരെ നല്ലൊരു ടോപ്പിക്കായിരുന്നു. സത്യത്തില് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു ഇത്. എനിക്ക് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങളാണ് ഇതിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ ലെവല് ഉയർന്നു വരുമ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഫിയർ ഉണ്ടായിരുന്നു. ഞാൻ പോകുന്ന റൂട്ട് ശരിയാണോ, ചിന്തകള് ശരിയാണോ എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഈവൻ
ദൈവവിശ്വാസത്തിന്റെ ആ ഒരു ബേസിക് തലത്തിൽ നിന്ന് ഒരു ഒരു യൂണിവേഴ്സൽ പവർ എന്നുള്ളതിലേക്ക് എത്തുമ്പോൾ നമ്മൾ മുമ്പ് ആചരിച്ചിരുന്നതൊക്കെ വിട്ടുപോകുന്നിരുന്നു. അപ്പോ അപ്പോ അതൊക്കെ ശരിയാണോ? നമുക്ക് എന്തെങ്കിലും ഇൻസിഡൻസ് വരുമ്പോ അല്ലെങ്കിൽ വല്ല അസുഖങ്ങൾ നമ്മുടെ മറ്റുള്ളവർക്ക് വരുമ്പോഴൊക്കെ അങ്ങനെ ഒരു തിരിച്ചുപോക്കിലേക്ക് വീണ്ടും ഡൗൺ ആവുക എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തും. അല്ല അതല്ല എന്ന് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് വീണ്ടും പഴയ സ്റ്റേറ്റിലേക്ക് കയറാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു വല്ലാത്ത ഘട്ടത്തിലൂടെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എനിക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഒരു തോട്ട് ലെവൽ ഉയർത്താൻ വേണ്ടിയിട്ട് വളരെ ഗുണം ചെയ്തൊരു ക്ലാസ് ആണത്. ഈ ഒരു സംഭവങ്ങൾ എനിക്ക് വളരെയധികം ജീവിതത്തിൽ പകർത്താൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാഡം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാനും ഒരവസ്ഥയിൽ നമ്മള് ഇരുട്ട് തപ്പുന്ന പോലെ ഒരു അവസ്ഥ ഉണ്ടാവും. നമ്മൾ എവിടെയാ നിൽക്കുന്നത്, എങ്ങോട്ടാ പോകുന്നത് ഒന്നും ഒരറിയാത്ത അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ ഒരു പിടുത്തം കിട്ടും മുന്നോട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന അവസ്ഥ ഇത് ഒരു പെർമനന്റ് അല്ല, ഇവിടെ നിന്ന് എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് വരും. അതിനൊക്കെ തന്നെയാണ് നമ്മളിത് വായിക്കുക, അറിയാന്നൊക്കെ പറയുന്നത്. എന്തായാലും സാറിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി എന്തായാലും സമാധാനമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു. Okay, thank you, Ajit sir. Hakim sir. Hello. Hi. Magic morning. Good morning. മാം വളരെ യൂസ്ഫുൾ ആയ ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. വളരെ ഫാക്റ്റ് ആയ കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മളെ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കുറച്ചും കൂടി ഒരു അടിത്തറ കിട്ടുന്നതിന്, കുറച്ചും കൂടി നമുക്ക് ചെയ്യാൻ പ്രേരണ നൽകുന്ന ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു. വളരെ ഫാക്റ്റായ കാര്യങ്ങളാണ് പറഞ്ഞത്. ആ പുസ്തകത്തിന്റെ പേരൊന്നും കൂടി പറയാം. മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്. അതായത് ഞാൻ ഇട്ടാ മതിയോ, ഗ്രൂപ്പിൽ ഇട്ടാ മതിയോ? മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് എക്സ്പ്ലെയിൻഡ്. ഞാൻ ഇതിലിടാം, ഗ്രൂപ്പിലിടാം. ഓഥർ പേര് ഡേവിഡ് ആർ ഹോക്കിൻസ്. ഓക്കെ, താങ്ക് യു. വളരെ നല്ല സെഷൻ എടുത്ത് നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് നല്ല ഫാക്റ്റായ യൂസ്ഫുൾ ആയ കാര്യങ്ങൾ ഇൻഫർമേഷൻ തന്നതിൽ താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Thank you, Hakim sir. Shajan sir. Shajan sir. സർ പറയുന്ന കേൾക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതിരാ മാം? കേൾക്കുന്നുണ്ട്. കേൾക്കാം. ഓക്കെ. മാജിക് മോർണിംഗ് വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഇത്രയും നാളെ ഞങ്ങൾക്കൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഞാനിത് വന്നിട്ട് ഇപ്പൊ ഒരു 3-4 മാസമായിട്ടുണ്ട് ഇതിൽ വന്നിട്ട്. പക്ഷെ ഇത്രയും കഴിവുകൾ നമ്മൾ ഒളിപ്പിച്ച് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നത്. അത്രയും വലിയൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ കേട്ടിട്ടുള്ളതിൽ വളരെ പ്രവീണ മേഡത്തിന്റെ ക്ലാസ്സുകൾ, അതുപോലെ ഓസ്റ്റിൻ സാറിന്റെ, നമ്മുടെ സാറിന്റെ, സൈഫ് സാറിന്റെ ക്ലാസ്സുകൾ കേട്ടിട്ടുള്ളതിൽ അത്രയും ഹൈയിൽ നിൽക്കുന്ന ഒരു ക്ലാസ് എന്ന് പറയാം. ശരിക്കും നമുക്ക് ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു ക്ലാസ് ആണ്. കാരണം നമ്മളൊക്കെ എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് പോലും നമുക്ക് അറിയുന്നില്ല. ഞാൻ ഏത് സ്റ്റേജിൽ നിന്നാണ് വന്നത്, ഏത് സ്റ്റേറ്റിലാണ് നിന്നിരുന്നത്, ഒരു രൂപമില്ലാതിരുന്ന ആളുകൾക്ക് നമുക്ക് എപ്പോഴും ഒരു ദിവസം നമ്മുടെ എനർജി ഇറങ്ങി പോകുമ്പോൾ നമുക്ക് ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ കാണാവുന്നതാണ് നമുക്ക് ഓരോരുത്തർക്കും. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എവിടം വരെ നമുക്ക് എത്താം, അങ്ങനെ ഒരു ലെവലും ഉണ്ടല്ലോ. നമുക്ക് അറിയില്ല നമുക്ക് എവിടം വരെ എത്താം എന്നുള്ളൊരു ലെവൽ അറിയുന്നില്ല. അപ്പൊ ഓരോ മനുഷ്യനും നമുക്ക് എവിടം വരെ എത്താം എന്നുള്ളത് അറിയാവുന്ന, പബ്ലിക്കായിട്ട് കൊടുക്കാവുന്ന ഒരു ക്ലാസ്. അത് എല്ലാവർക്കും, ഇപ്പോ എത്രയോ രാജ്യത്തുള്ള ആളുകൾ നമ്മൾ കേൾക്കുന്നു, അവിടെ മുഴുവൻ ഇത് അറിയാവുന്ന അത്രയും വലിയൊരു ക്ലാസ് ആണ് കിട്ടിയത്. വളരെയധികം താങ്ക്സ് ഉണ്ട്. നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, ഞാനും ഉണ്ട്. ഞാൻ ഗ്രൂപ്പിലിടാൻ സമയമില്ല, അത് ഗ്രൂപ്പിലിടാന്ന് വിചാരിച്ചത്. പക്ഷെ എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരിക്കലും മറന്നു പോവില്ല, ഒരിക്കലും ഒരാളുടെ മനസ്സിൽ നിന്ന് പോവാത്ത അത്രയും നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാഡം.
താങ്ക് യു. താങ്ക് യു. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് പേർക്ക് ഇതുപോലെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുണ്ട്, സെഷൻ എടുക്കണം എന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ഒരു ആൾക്കും കൂടെ ഞാനൊരു ചാൻസ് കൊടുക്കുകയാണ്. സുനിൽ സർ പറഞ്ഞോളൂ വേഗം. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കാം. കേൾക്കുന്നുണ്ട്. മാജിക് മോർണിംഗ്. താങ്ക് യു മേഡം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഈ ലെവൽ ഓഫ് കോൺഫിഡൻസിന്റെ ബുക്ക് ഇതിന്റെ ഞാൻ ഇതിന് മുമ്പേ കേട്ടിട്ടുണ്ടായിരുന്നു സംഭവം. ഒരു ബുക്കിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ടി വിജയൻ സാർ ബുക്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ ഇതിനു മുമ്പേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൂടെ കൂടുതൽ എനിക്ക് എല്ലാ ഡൗട്ടും കുറെ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. ഞാനും ഇതെപ്പോഴും നോക്കലുണ്ട്. എന്റെ ലെവലിൽ ഞാൻ ഏറ്റവും താഴെ ലെവലിൽ തന്നെ വന്നതായിരുന്നു. ഞാൻ ഒരുപാട് താഴെ ലെവലിൽ നിന്ന് വന്ന് ഒരുപാട് മെറ്റീരിയലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ആ ലെവല് ചില സമയത്ത് കുറഞ്ഞു പോകുന്നുണ്ട്, ചില സമയത്ത് കൂടി പോകുന്നുണ്ട്. ഒരു കറക്റ്റ് ലെവലിലേക്ക് ഒരു ചെറിയ ഒരു ചാഞ്ചാട്ടം വരുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ചിന്തിക്കുന്നുണ്ട് അതെങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഞാനെല്ലാം ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നുണ്ട്, പിന്നെ അഫർമേഷൻ ചെയ്യുന്നുണ്ട്, എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ യോഗ അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. സുദർശന ക്രിയ ചെയ്യുന്നുണ്ട്, എല്ലാം മാക്സിമം ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഗുരു ശ്രീ രവിശങ്കർ നമുക്ക് ഭയങ്കര ജീവിതത്തിൽ തന്നെ സ്വാധീനിച്ച ഗുരുവാണ്. അപ്പൊ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എപ്പോഴും ആ ഒരു ഓറ അദ്ദേഹത്തിന്റെ ഓറ എനിക്ക് കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ചെയ്യുന്നൊക്കെ ചെയ്തു പോവാ. ഒരു നൈറ്റ് കൊണ്ട് നമുക്ക് എന്തായാലും മുകളിൽ ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏറ്റവും താഴെ നിന്ന് വന്നാണെങ്കിൽ പടിപടിയായി നമുക്ക് ഉയർന്നു പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു താങ്ക് യു. സുനിൽ സർ. മണി സർ. മാജിക് മോർണിംഗ് മാജിക് നല്ലൊരു മോർണിംഗ്. ക്ലാസ്, നല്ല ഉപകാരപ്പെട്ട ക്ലാസ് ആണ്. നമ്മള് താങ്ക് ഒരു യു. മനോഭാവത്തിൽ നിന്നും ഉയർന്ന് ഒരു നമ്മളെ വൈബ്രേഷൻ ഫ്രീക്വൻസി എല്ലാം ഉയർത്താനും നമ്മളെ ജീവിത വിജയത്തിലേക്ക് എത്താനുമുള്ള ഉപകരിക്കുന്ന ഒരു നല്ല ക്ലാസ് ആയിരുന്നു. ഒരു ഹൈ ലെവൽ ക്ലാസ് എന്ന് തന്നെ പറയാം. നമ്മൾ സ്വയം വിശകലനം ചെയ്യാനും അതിലൂടെ നമുക്ക് നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മളെ ബോധതലം ഉയർത്താനും നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താനും വേണ്ടിയിട്ട് നമ്മളെ ഫ്രീക്വൻസി ഉയർത്തി നമ്മളെ മുന്നോട്ട് പോകാൻ ഉപകരിക്കുന്ന ഒരു ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. നല്ല അവതരണം. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു മണി സർ. സിന്ധു മാം. ഹായ് ആതിര മാം, മാജിക് ഹായ്, മോർണിംഗ്. മാജിക് മോർണിംഗ്. കുറെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആതിര മാമിന്റെ ഒരു ക്ലാസ്, ഞങ്ങൾക്ക് ഇങ്ങനെ എനർജി തന്നെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോ ആ ഇടവേള വന്നിട്ടുണ്ടാവുക. എന്തായാലും കാരണം നമുക്കറിയാം ഇതില് നിത്യേന എല്ലാ കാര്യങ്ങളും ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് നമ്മളൊന്ന് ഡൗൺ ആവും. നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റിയത് ഇടയ്ക്കൊന്ന് ഡൗൺ ആകുമ്പോ നമ്മളെ ഒന്നും കൂടി ഒന്ന് ഉയർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. വീണ്ടും ഇതുപോലത്തെ നല്ല നല്ല സെക്ഷൻ എടുത്തിട്ട് മാം ഇനിയും ക്ലാസ് എടുക്കണം. തീർച്ചയായിട്ടും. അതുപോലെ മണിസാറ് പറഞ്ഞ പോലെ നല്ല ചിരിച്ചുകൊണ്ടുള്ള ആ ഒരു നല്ലൊരു പ്രസന്റേഷൻ അടിപൊളിയായിട്ടുണ്ട്. അത് കാണുമ്പോ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് താങ്ക് യു. യു. ഓക്കെ, താങ്ക് യു സിന്ധു മാം. അപ്പോ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൺസ് അഗെയിൻ ഇന്ന് സെഷൻ എടുത്ത ആതിര മാമിനും അതുപോലെ തന്നെ ഇത് Thank you to all. Thank you, Adira ma'am. Thank you, Adira ma'am. Thank you all. Thank you, Adira ma'am. Thank you all. Thank you, ma'am. Thank you. താങ്ക് യു. Thank you, ma'am.